ഫ്ലൈറ്റ് ഡിലേ ആയില്ലെങ്കിൽ ഞാൻ 10:30 തന്നെ അവിടെ എത്തും. കോൺഫറൻസ് കഴിഞ്ഞ് ലഞ്ചിന് ശേഷം ജയന്തിലാലെ കാണാന്ന് പറയും. ആ പിന്നെ ഹലോ ഹലോ സമയം ഒരു അത്യാവശ്യത്തിന് വിളിക്കും ഇങ്ങനെ. ഹലോ ആ സുരേഷ് കട്ടായി പോയി. നാളെ സിംഗപ്പൂർ ഫ്ലൈറ്റിന് എനിക്ക് ടിക്കറ്റ് പറയണം. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വന്നിട്ട് പറയാം. ഓക്കെ? ആ അരുത്, പെട്ടെന്നാകട്ടെ. എന്നാ ഈ തിരക്കൊന്ന് തീരുന്നത്? എപ്പോ നോക്കിയാലും പ്രകാശിന് ഫാക്ടറിയും ടൂറും എന്ന് ഒരൊറ്റ ചിന്തയുള്ളൂ. വീട്ടിലിരിക്കുമ്പോഴും ബിസിനസിനെ പറ്റി സംസാരിക്കാനല്ലാതെ മറ്റൊന്നിനും സമയം ഉണ്ടാകാറില്ലല്ലോ. ശരിയാണ്, ഞാൻ ഒരു വർക്ക് ബോളിക്കാണ്. അതിന്റെ ആവശ്യവും ഇമ്പോർട്ടൻസും മനസ്സിലാകാത്തത് നിനക്ക് മാത്രമല്ല, ഇന്ത്യയിലുള്ളവർക്ക് പോലും അത് മനസ്സിലായിട്ടില്ല. ഓ ഇവിടെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീയൊക്കെ ഇംഗ്ലീഷുകാരെ കണ്ടു പഠിക്കണം. അവരുടെ പഞ്ച്വാലിറ്റി, ഡിസിപ്ലിൻ, വർക്കിനോടുള്ള സിൻസിയറിറ്റി ആൻഡ് എവറിത്തിങ്. പറയുന്നത് കേട്ടാ തോന്നും ആള് ജനിച്ചതും വളർന്നതും ഒക്കെ ഇംഗ്ലണ്ടിലാണെന്ന്. ആ കൂടി പഠിക്കാൻ പോയ 6 കൊല്ലമേ ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും നല്ല കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാൻ 6 കൊല്ലം വേണ്ട, 6 ദിവസം തന്നെ ധാരാളമാണ്. ലൈഫ് എൻജോയ് ചെയ്യാൻ കഴിയാതെ രാവും പകലും ഓടി നടന്ന് പണം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഞാനിവിടെ ഉള്ള കാര്യം പോലും പ്രകാശ് പലപ്പോഴും മറക്കാറുണ്ട്. എവിടെയെങ്കിലും പോകാൻ തുടങ്ങുമ്പോൾ നിനക്കൊരു പതിവാ. തർക്കിക്കാൻ എനിക്ക് ടൈമില്ല. പോകുന്ന വഴി ഓഫീസിൽ കയറിട്ട് വേണം പോകാൻ. അനിത പറയുന്നതിലും കാര്യമില്ലായില്ല. സ്നേഹമുള്ള ഭാര്യമാർക്ക് ഭർത്താവ് എപ്പോഴും അടുത്തുണ്ടാവണം. അത് ശരിയാ. അതുകൊണ്ടല്ലേ ഞാൻ ഒരാഴ്ചയിൽ 7 ദിവസം ഉള്ളവർ 8 ദിവസം ലീവ് എടുത്ത് ശാന്തമ്മയുടെ അടുത്ത് പോയിരിക്കുന്നത്. മതി മതി, വെട്ടിയെടുത്ത് വണ്ടിക്കകത്ത് വെച്ചില്ലേ. ചെന്ന ഉടനെ വിളിക്കണേ. ഈ മൂളലേ ഉണ്ടാവും. അവിടെ ചെല്ലുമ്പോ എല്ലാം മറക്കും. എന്നിട്ട് തിരിച്ചു വരുമ്പോ 100 എക്സ്ക്യൂസ്. ഇല്ല മോളെ. അച്ഛോ